സ്റ്റുവർട്ട് ലിറ്റിൽ. അധ്യായം 3. കഴുകി വൃത്തിയാക്കൽ. സ്റ്റുവർട്ട് അതിരാവിലെ എഴുന്നേൽക്കുന്ന ആളായിരുന്നു. മിക്കവാറും എല്ലാ ദിവസവും രാവിലെ ആദ്യം ഉണരുന്നത് അവനായിരുന്നു. മറ്റുള്ളവരെക്കാൾ മുന്നേ താൻ ഉണർന്നിരിക്കുന്നു എന്ന തോന്നൽ അവൻ ഇഷ്ടപ്പെട്ടു. ഷെൽഫുകളിൽ നിശ്ചലമായി നിൽക്കുന്ന പുസ്തകങ്ങളുള്ള ശാന്തമായ മുറികളും ജനലുകളിലൂടെ വരുന്ന മങ്ങിയ വെളിച്ചവും ദിവസത്തിന്റെ പുതിയ മണവും അവൻ ആസ്വദിച്ചു. തണുപ്പുകാലത്ത് സിഗരറ്റ് പെട്ടികൊണ്ടുണ്ടാക്കിയ അവന്റെ കിടക്കയിൽ നിന്ന് അവൻ എഴുന്നേൽക്കുമ്പോൾ അവിടെ നേരിയ ഇരുട്ടായിരിക്കും. കൂടാതെ നൈറ്റ് ഗൗൺ ധരിച്ച് വ്യായാമം ചെയ്യുമ്പോൾ ചിലപ്പോൾ തണുത്ത് വിറയ്ക്കുമായിരുന്നു. സ്റ്റുവർട്ട് എല്ലാ ദിവസവും രാവിലെ 10 തവണ കാൽവിരലുകളിൽ തൊട്ട് നല്ല വ്യായാമം ചെയ്ത് തന്റെ ശരീരം നല്ല ആരോഗ്യത്തോടെ നിലനിർത്തി. അവന്റെ സഹോദരൻ ജോർജ് ഇങ്ങനെ വ്യായാമം ചെയ്യുന്നത് അവൻ കണ്ടിരുന്നു. ജോർജ് അത് വയറിലെ പേശികൾക്ക് ഉറപ്പ് നൽകുമെന്നും വയറിന് നല്ല വ്യായാമമാണെന്നും വിശദീകരിച്ചു. വ്യായാമം ചെയ്ത ശേഷം സ്റ്റുവർട്ട് തന്റെ മനോഹരമായ വൂൾ അങ്കി ധരിച്ച് അരയിൽ ചരട് മുറുക്കി കുളിമുറിയിലേക്ക് പുറപ്പെടും. അമ്മയുടെയും അച്ഛന്റെയും മുറിയുടെ മുന്നിലൂടെയും കാർപ്പറ്റ് വെക്കുന്ന ഹാൾ ഷെൽഫിന്റെ മുന്നിലൂടെയും ജോർജിന്റെ മുറിയുടെ മുന്നിലൂടെയും സ്റ്റെയർ കേസിന്റെ മുകളിലൂടെയും നിശബ്ദമായി നീങ്ങി അവൻ കുളിമുറിയിലെത്തും. അപ്പോഴേക്കും തീർച്ചയായും കുളിമുറിയും ഇരുട്ടായിരിക്കും. പക്ഷേ സ്റ്റുവർട്ടിന്റെ അച്ഛൻ ദീർഘവീക്ഷണത്തോടെ ലൈറ്റിന്റെ പുൾ ചെയിനിൽ ഒരു നീണ്ട ചരട് കെട്ടിയിട്ടിരുന്നു. ചരട് തറയിൽ വരെ എത്തിയിരുന്നു. കഴിയുന്നത്ര ഉയരത്തിൽ പിടിച്ച് തന്റെ മുഴുവൻ ഭാരവും അതിലേക്ക് കൊടുത്ത് സ്റ്റുവർട്ടിന് ലൈറ്റ് ഓണാക്കാൻ കഴിഞ്ഞു. അവന്റെ നീണ്ട ബാത്റോബ് കണങ്കാലിൽ തട്ടി നീങ്ങുമ്പോൾ ഈ ചരടിൽ തൂങ്ങിക്കിടക്കുന്നത് ഒരു ആശ്രമത്തിലെ മണിയടിക്കുന്ന ചെറിയ വയസ്സായ സന്യാസിയെ പോലെ തോന്നിപ്പിച്ചു. വാഷ് ബേസിനിലെത്താൻ സ്റ്റുവർട്ടിന് അവന്റെ അച്ഛൻ ഉണ്ടാക്കിക്കൊടുത്ത ഒരു ചെറിയ കയർ ഏണിയിൽ കയറണമായിരുന്നു. ജോർജ് സ്റ്റുവർട്ടിനായി 1 ഇഞ്ച് മാത്രം ഉയരമുള്ള ഒരു ചെറിയ പ്രത്യേക വാഷ് ബേസിനും വെള്ളമൊഴുകുന്ന ഒരു ചെറിയ റബ്ബർ ട്യൂബും ഉണ്ടാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ ജോർജ് എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് എപ്പോഴും പറയുമെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് മറന്നുപോകുമായിരുന്നു. സ്റ്റുവർട്ട് എല്ലാ ദിവസവും രാവിലെ മുഖവും കൈകളും കഴുകാനും പല്ല് തേക്കാനും വാഷ് ബേസിനിലേക്ക് കയറേണിയിൽ കയറി. മിസ്സിസ് ലിറ്റിൽ അവന് ഒരു പാവയുടെ വലുപ്പത്തിലുള്ള ടൂത്ത് ബ്രഷും ഒരു ചെറുപാവയുടെ വലുപ്പത്തിലുള്ള സോപ്പ് കട്ടയും ഒരു പാവയുടെ വലുപ്പത്തിലുള്ള വാഷ് ക്ലോത്തും ഒരു പാവയുടെ ചീപ്പും നൽകിയിരുന്നു. അതവൻ മീശ ചീകാൻ ഉപയോഗിച്ചു. അവൻ ഈ സാധനങ്ങൾ അവന്റെ ബാത്റൂബ് പോക്കറ്റിൽ കൊണ്ടു നടന്നു. ഏണിയുടെ മുകളിലെത്തുമ്പോൾ അവയെ പുറത്തെടുത്ത് വൃത്തിയായി നിരത്തിവെച്ച് വെള്ളം തുറക്കുന്ന ജോലി തുടങ്ങി. ഇത്രയും ചെറിയ ഒരുവന് വെള്ളം തുറക്കുന്നത് ഒരു വലിയ പ്രശ്നമായിരുന്നു. നിരവധി തവണ ശ്രമിച്ചിട്ടും വിജയിക്കാതിരുന്ന ഒരു ദിവസം അവൻ അവന്റെ അച്ഛനുമായി ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എനിക്ക് ഫൗസറ്റിൽ കയറാൻ കഴിയും, അവൻ വിശദീകരിച്ചു. പക്ഷേ അത് തുറക്കാൻ എനിക്ക് കഴിയുന്നില്ല, കാരണം കാലുകൾക്ക് താങ്ങായി ഒന്നുമില്ലല്ലോ. അതെ, എനിക്കറിയാം, അവന്റെ അച്ഛൻ മറുപടി പറഞ്ഞു. അതാണ് പ്രധാന പ്രശ്നം. സംഭാഷണങ്ങൾ കേൾക്കാൻ കഴിയുന്നിടത്തെല്ലാം എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന ജോർജ് തങ്ങളുടെ അഭിപ്രായത്തിൽ സ്റ്റുവർട്ടിനായി അവിടെ ഒരു താങ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അതോടെ അവൻ കുറച്ച് പലകകളും ഒരു വാളും ഒരു ചുറ്റികയും ഒരു സ്ക്രൂ ഡ്രൈവറും കുറച്ച് ആണികളും പുറത്തെടുത്ത് ബാത്റൂമിൽ വലിയ ബഹളമുണ്ടാക്കി പണി തുടങ്ങി. അവൻ സ്റ്റുവർട്ടിനുള്ള ഒരു താങ് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ താമസിയാതെ അവന് മറ്റെന്തോ കാര്യത്തിൽ താല്പര്യമുണ്ടാകുകയും അവൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു. ഉപകരണങ്ങൾ ബാത്റൂം തറയിൽ അലസമായി കിടന്നു. ഈ അലങ്കോലങ്ങൾ പരിശോധിച്ച ശേഷം സ്റ്റുവർട്ട് വീണ്ടും അവന്റെ അച്ഛന്റെ അടുത്തേക്ക് തിരിഞ്ഞു. ഒരുപക്ഷെ എനിക്ക് എന്തെങ്കിലും കൊണ്ട് ഫൗസറ്റിൽ അടിക്കാൻ സാധിച്ചാൽ അങ്ങനെ തുറക്കാൻ കഴിയുമായിരിക്കും, അവൻ പറഞ്ഞു. അങ്ങനെ സ്റ്റുവർട്ടിന്റെ അച്ഛൻ അവന് വളരെ ചെറിയ ഭാരം കുറഞ്ഞ ഒരു മരച്ചുറ്റിക നൽകി. അവന്റെ തലയ്ക്ക് ചുറ്റും 3 തവണ കറക്കി ഫൗസറ്റിന്റെ ഹാൻഡിലിൽ ആഞ്ഞടിച്ചാൽ നേരിയ ഒഴുക്കിൽ വെള്ളം വരുന്നുണ്ടെന്ന് സ്റ്റുവർട്ട് കണ്ടെത്തി. പല്ല് തേക്കാനും വാഷ് ക്ലോത്ത് നനയ്ക്കാനും അത് മതിയായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ വാഷ് ബേസിനിലേക്ക് കയറിയ ശേഷം അവൻ തന്റെ ചുറ്റികയെടുത്ത് ഫൗസറ്റിൽ അടിക്കുമായിരുന്നു. വീട്ടിലെ മറ്റ് അംഗങ്ങൾ അവരുടെ കിടക്കകളിൽ മയങ്ങുമ്പോൾ സ്റ്റുവർട്ടിന്റെ ചുറ്റികയുടെ തെളിച്ചമുള്ള ടക് 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 ശബ്ദം ദൂരെ ഒരു കൊല്ലനെ പോലെ നേരം പുലർന്നുവെന്നും സ്റ്റുവർട്ട് പല്ല് തേക്കാൻ ശ്രമിക്കുകയാണെന്നും അവരോട് പറയുമായിരുന്നു.